അപ്പോൾ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചിരിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ. ആ, രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമാണ് വിമർശനം. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വിവാദമായ പരാമർശമുള്ളത്. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഏതു ഘട്ടത്തിലാണെങ്കിലും കലാമണ്ഡലം സത്യഭാമയെ പോലെ വളരെ അനുഗ്രഹീതയായ ഒരു കലാകാരി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. എന്താണ് സംഭവം യഥാർത്ഥത്തിൽ, ജെയ്സൺ? തീർച്ചയായും കലാമണ്ഡലം RLV രാമകൃഷ്ണൻ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കലാഭവൻ മണിയുടെ സഹോദരനാണ്. അദ്ദേഹത്തിന് നേരെയാണ് ഇപ്പോൾ ജാതീയമായ അധിക്ഷേപം കലാമണ്ഡലം സത്യഭാമ നടത്തിയിരിക്കുന്നത്. ഏത് കോണ്ടസ്റ്റിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്ന് പോലും വ്യക്തമാകാത്ത രീതിയിലാണ് വളരെ അപ്രസക്തമായ ഒരു ഘട്ടത്തിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. രാമകൃഷ്ണൻ കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നടക്കമുള്ള നിരവധി പരാമർശങ്ങൾ ഈ യൂട്യൂബ് ചാനലിന്റെ അഭിമുഖത്തിലുണ്ട്. പക്ഷേ അതേസമയം തന്നെ RLV രാമകൃഷ്ണൻ പിന്തുണയുമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിലുള്ളവരും പിന്തുണയുമായി വന്നിട്ടുണ്ട്. ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എല്ലാവരും RLV രാമകൃഷ്ണൻ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവരുടെ അഭിമുഖത്തിന്റെ ഒരു ഭാഗം നമുക്ക് കേൾപ്പിക്കാം എന്ന് തോന്നുന്നു. നമ്മൾ വളരെ മോശമായ രീതിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങളും പരാമർശങ്ങളുമാണ് സത്യഭാമയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, എന്തായാലും വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. കാക്കയുടെ നിറമാണ് രാമകൃഷ്ണൻ എന്നാണ്. കലാഭവൻ മണിയുടെ സഹോദരനാണ്, മികച്ച കലാകാരനാണ്, നർത്തകനാണ്. അപ്പോൾ ആ നർത്തകനായ RLV രാമകൃഷ്ണനെ കുറിച്ചാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് നമ്മളൊക്കെ ആദരിക്കുന്ന ഒരു കലാകാരിയുടെ വാക്കുകൾ വന്നിരിക്കുന്നത്. വംശീയമായും നിറത്തോടു കൂടിയും ഒക്കെ മനുഷ്യരെ അധിക്ഷേപിക്കുമ്പോൾ അത് നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ കലാകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മലീമസമായ മനസ്സുകളെ വിമലീകരിക്കലാണ്. അങ്ങനെയുള്ള ഉത്തരവാദിത്വം കലാകാരന്മാർക്കും കലാകാരികൾക്കുമുണ്ട്. ഒരു കലാകാരിയോ കലാകാരനോ വംശീയമായോ മതപരമോ ജാതീയമായോ അധിക്ഷേപം നടത്തുന്നത് നമുക്ക് സഹിക്കാനാവാത്തതും അതുകൊണ്ടാണ്. അതും കലാമണ്ഡലം സത്യഭാമയൊക്കെ പോലെയുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള നർത്തകിമാർ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന ഒരു ആഘാതം ചെറുതല്ല. മാത്രമല്ല, കറുപ്പ് കൊള്ളത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? കാക്കയുടെ കറുപ്പിന് എത്ര സൗന്ദര്യമാണ്, കറുപ്പിന് 7 അഴക് എന്ന് തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളുടെ നീലക്കാർമുകിൽ വർണ്ണൻ്റെ നിറമെന്ന് പറയുന്നത് എന്താണ്, വെളുത്തിരിക്കുന്ന നിറമാണോ? അപ്പോൾ ആ കറുത്ത നിറത്തിനും അതിൻ്റെ ശ്യാമഭംഗി എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് കറുത്ത ആൾക്കാരെ കലാമണ്ഡലം സത്യഭാമയുടെ വാക്ക് കേട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു വ്യക്തിയെക്കുറിച്ച് കളറ് നിറച്ച് അല്ലെങ്കിൽ വർണ്ണത്തിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന സമയത്ത് സ്വാഭാവികമായും വേദനയുണ്ടാവും. RLV രാമകൃഷ്ണനെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നോക്കൂ, തുടർച്ചയായി കലാകാരന്മാർ വിവാദത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. നേരത്തെ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ വിവാദം നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇതാ കലാമണ്ഡലം സത്യഭാമ മറ്റൊരു വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ വിവാദത്തിന് ഇട നൽകുന്നൊരു പ്രസ്താവന നൽകിയിരിക്കുന്നു.